ഹായ്. നമ്മളിപ്പോ നിൽക്കുന്നത് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി നാഗരംകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്രസന്ന അമ്മയുടെ വീട്ടിലാണ്. നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് എന്താന്ന് വെച്ചാല് ഈ അമ്മയെ കുറിച്ചുള്ള ഒരു വിവരം അറിഞ്ഞിട്ടാണ്. കാരണം സാധാരണ നമ്മൾ ഒരുപാട് കരകൗശല വിദ്യകളൊക്കെ ചെയ്യുന്ന പല ആളുകളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ സൂചി നൂലും ഉപയോഗിച്ച് തന്റെ 75-ാമത്തെ വയസ്സില് വളരെ ഭംഗിയായിട്ട് പ്രസന്നാമ്മ ചവിട്ടികൾ നിർമ്മിക്കുന്നത് അറിഞ്ഞിട്ട് ആ അമ്മയെ കാണാനും കൂടുതൽ വിവരങ്ങൾ അറിയാനുമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. നമുക്ക് അമ്മയോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. അപ്പൊ അമ്മ എങ്ങനെയാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്? ഇങ്ങനെ നല്ല ഭംഗിയുള്ള ചവിട്ടികളൊക്കെ അമ്മ ഉണ്ടാക്കുന്ന പോയപ്പോ ഒരമ്മ ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോ അവരോട് അന്വേഷിച്ചു ഇതെങ്ങനെയാ ചെയ്യുവാന്ന്. അപ്പൊ ഞാനും അതങ്ങനെ ഇവിടെ വന്നിട്ട് അങ്ങനെ തുന്നി നോക്കിയപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇത് എത്ര വർഷമായി ഇങ്ങനെ ഇത് ചവിട്ടി ഉണ്ടാക്കാൻ തുടങ്ങി? 15 വർഷം. 5 വർഷമായി അല്ലേ? ആയിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്യാൻ സമയം കിട്ടും? കിട്ടും. കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കും. അപ്പൊ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ ഒരു മനസ്സമാധാനം. അച്ഛൻ മരിച്ചതിന് ശേഷം ആയിരിക്കും അല്ലേ ഇത് തുടങ്ങിയത്? അതെ. ഒറ്റക്ക് ഇങ്ങനെ വെറുതെ പകലിരിക്കണ്ടേ. അപ്പം പിന്നെ എന്തെങ്കിലും ഒരു ചില്ലറ പൈസ കിട്ടിയാല് വരുമാനമുണ്ട്. ആരെങ്കിലും ആവശ്യക്കാർ കണ്ടാ വാങ്ങിക്കൊണ്ടു അങ്ങനെ വാങ്ങി. ഇതിന്റെ തുണികളൊക്കെ അമ്മ എവിടെ? അത് ഏതെങ്കിലും ഒരു ടൈലർ കടയിൽ പോയിട്ട് അവര് വെട്ടിയിടുന്ന കഷ്ണം വാങ്ങിക്കൊണ്ട് വരും. എന്നിട്ട് അത് മുറിച്ച് സൈസ് ആക്കിയിട്ട് ഇതേപോലെ ഇങ്ങനെ. ഇത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ്. കാരണം നമ്മളെ മെഷീനിൽ ഒന്നുമല്ല ചെയ്യുന്നത്. ഇല്ല ഓരോ തുണിയും മടക്കി ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ച് ആദ്യം ഈ ഭാഗം തുന്നും, പിന്നെ ഇതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മടക്കൂ, എന്നിട്ട് പിന്നെ ഈ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ കൂട്ടിത്തുന്നും. ഒരു കഷ്ണത്തിന്റെ മേലെ തന്നെ 2-3 തുന്നൽ. ആദ്യം ഇതിങ്ങനെ 4-5 തുന്നു വരും. ആദ്യം ഇവിടെ തുന്നി, പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മേലെ രണ്ടും കൂടി കൂട്ടിത്തുന്നു. അങ്ങനെ ഇതിങ്ങനെ വട്ടം കൂടി പല നിറങ്ങള് പൂക്കളം പോലെ അങ്ങനെ എന്തായാലും അമ്മേന്റെ ഈ കഴിവിന് ഒരു വയസ്സിന്റെ പ്രാധാന്യം വളരെ വലുതാ. കാരണം 75 വയസ്സായിട്ടുള്ള ഒരാള് ഇത് ഇങ്ങനെ സൂചി നൂലും വെച്ചിട്ട് ഇങ്ങനെ തുന്നുന്നത് വളരെ അതിശയകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും അല്ലെ? അത് തന്നെ ഏറ്റവും പ്രധാനം അതാണ്. അമ്മ ഇതിലേക്ക് ഇതെങ്ങനെയാണ്, എവിടുന്നാണ് പഠിച്ചത്, എങ്ങനെയാണ് ഇത് തുടങ്ങാനുള്ള ഒരു സാഹചര്യം? വീട്ടിൽ പോയപ്പോ അവിടെ ഒരമ്മ, ഒരു പ്രായമുള്ള ഒരു സാമി അമ്മയായിരുന്നു. അവര് ഇങ്ങനെ തുന്നുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചപ്പോ അവര് കാണിച്ചു തന്നു. ഇങ്ങനെ തുണി മടക്കണം, ഇങ്ങനെ വെച്ച് തുന്നണം. അപ്പൊ അമ്മയ്ക്ക് അത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് നോക്കി. അപ്പൊ അത് തുന്നിയപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പൊ അതൊരു കൗതുകത്തിന് തുടങ്ങി, പിന്നീട് അതൊരു വരുമാന മാർഗമായി അല്ലേ? ഇവിടെ വീട്ടില് എല്ലാവർക്കും സപ്പോർട്ടാണോ? സപ്പോർട്ട് മക്കളെ പറയും ചുമയാണ്, ഇത് പൊടി കൂട്ടുന്നുണ്ട്, പറയൊക്കെ പറയും. എന്നാലും അതെല്ലേ? എന്നാലും അമ്മക്ക് ഇത് ഇഷ്ടമാണ് ചെയ്യാൻ. വളരെ വളരെ ഭംഗിയായിട്ട് പല കളറ് നമ്മള് കത്തിച്ച് കളയുന്ന തുണിയാണ്. കത്തിച്ച് കളയണ്ടല്ലോ, വേസ്റ്റാക്കി കളയുന്നതാണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതെ, ഇത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ 75-ാമത്തെ വയസ്സില് ഈ അമ്മ ഇത് ചെയ്യുന്നത് വളരെ അത്ഭുതം. അതുമല്ല, ഒരു മാതൃകയാണ്. കാരണം പഠിക്കുമ്പം തന്നെ പൂത്തുന്നു, പിന്നെ മുത്തുകൊണ്ട് പേഴ്സ് കെട്ടു, പിന്നെ ഇങ്ങനെ കസേര പ്ലാസ്റ്റിക് വള്ളി കൊണ്ട് കസേര. ഇപ്പോഴും അതൊക്കെ ചെയ്യാൻ പറ്റുമോ? അതൊക്കെ കൊണ്ടുവന്ന് ഒക്കെ ചെയ്യും. ഇനിയിപ്പോ സമയം അത്രേ ഉള്ളൂ. ഓരോ സമയത്ത് അങ്ങനെ ചെയ്തതാ. മക്കൾ ആരെങ്കിലും ഇങ്ങനെ കഴിവുകളൊക്കെ? ഒരു മോനുണ്ട്, അവൻ അങ്ങനത്തെ പണിയൊക്കെ എടുക്കും. അത് തന്നെ. പിന്നെ നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ കാണാൻ പോകുമ്പോ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകും. അത് അങ്ങനെ നാട്ടുകാരുടെ വരുന്ന ആൾക്കാർ കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ പോകുമ്പോ അതൊരു സന്തോഷാണല്ലോ അല്ലെ? ഇവിടെ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ പൈസയൊന്നും നോക്കൂല, കൊടുക്കണ്ടേ ആൾക്ക് എല്ലാവർക്കും കൊടുക്കും. അപ്പൊ നമ്മള് പ്രശ്നാമ്മയുടെ ചവിട്ടികളൊക്കെ കണ്ടു. അമ്മ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് മാത്രമായിരുന്നു അറിയുള്ളൂ. നമ്മള് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക കഴിവുള്ള
ആള്. അതായത് ഏറ്റവും പ്രാധാന്യം അമ്മയുടെ പ്രായമാണ്. ഈ പ്രായത്തില് ഇങ്ങനെ അസുഖം എന്നൊക്കെ പറഞ്ഞിരിക്കാതെ മനസ്സിന് സന്തോഷം കിട്ടുന്ന, ഒരു കുഞ്ഞു വരുമാനം കിട്ടുന്ന ഒരു കാര്യം ചെയ്യുന്ന ഈ അമ്മയെ പോലെയുള്ള ഇനി വേറെ ആരെങ്കിലും ഇങ്ങനെ പ്രത്യേക കഴിവുകളൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അവരുമായിട്ട് കാണാം.